ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടൊക്കെ നമ്മളൊരു വാട്ടർ പ്ലാന്റ് കൂടി ആയിട്ടുള്ള പെന്നിവേട്ടിൻ്റെ കെയറിങ്ങും അതേപോലെ പെന്നിവേട്ട് ചെടികൾ നമ്മൾ എങ്ങനെ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് വളപ്രയോഗമൊക്കെ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നോക്കാം. പല സൈസിലുള്ള പോട്ടുകളിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പെന്നിവേട്ട് ചെടികളാണിത്. നമ്മൾ ഒഴിവാക്കി കളയുന്ന വാട്ടർ ബോട്ടിൽ, അതേപോലെ നമ്മളെ ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ വൈറ്റ് പോട്ട്, റൗണ്ട് ഷേപ്പിലുള്ള പോട്ടാണ്. ഇതിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത്തരത്തിൽ പല രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ വെള്ളം ആവശ്യമുള്ളൊരു ചെടിയാണ്. അതേപോലെ ചെറിയൊരു വെളിച്ചം വേണം. നമ്മൾ ഇൻഡോറായിട്ട് വെക്കുകയാണെങ്കിലും ഒരു വെളിച്ചമുള്ള ഭാഗത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് വളരും. എന്നാൽ ഓവർ വെയിലിൻ്റെ ആവശ്യമില്ല. അധികം വെയിൽ തട്ടിക്കഴിഞ്ഞാൽ ചെടികളുടെ ഇലകളിൽ ചെറിയൊരു മഞ്ഞ നിറം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെടികൾ നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്പ്രെഡായി ഒരു പോട്ട് നിറയെ തിങ്ങി നിറഞ്ഞ് വളരും. ഇപ്പോൾ നമ്മൾ നട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. അതിലൊക്കെ പുതിയ ലീഫുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ബുഷായിട്ട് മാറും. ഇതാണ് അതിൻ്റെ തണ്ടുകൾ ചുറ്റും വള്ളികളായി പടർന്ന് എല്ലാ ഭാഗത്തേക്കും ഈ ഒരു ചെടി സ്പ്രെഡായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ബുഷായിട്ട് കിട്ടുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. അപ്പോൾ ഈ ഒരു പോട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു മാസത്തോളമായി. ഇതിപ്പം നിറയെ തിക്കായിട്ട് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പോട്ടിൽ തന്നെ തിങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ പുതിയൊരു പോട്ടിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ കാണിച്ചു തരാം. ഇതൊന്ന് റീപോർട്ട് ചെയ്യാണ്. അത്യാവശ്യം വലുപ്പമുള്ള പോട്ടിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സാണ് ഇതൊക്കെ. ചെറിയ ബോട്ടിലുകളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല തിക്കായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട്. നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിന് വെള്ളമല്ലാതെ മറ്റ് വളങ്ങളൊന്നും ഇതിൽ ചെയ്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ വേണമെങ്കിൽ കുറച്ച് ലിക്വിഡായിട്ടുള്ള ഓർഗാനിക് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മളെ അടുക്കള വേസ്റ്റൊക്കെ അഴുകിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഒരു ലിക്വിഡാക്കി മാറ്റി അത്തരത്തിൽ കുറച്ച് വെള്ളമൊക്കെ നമുക്കിതിൽ ഒഴിച്ച് കൊടുക്കാം. അല്ലാതെ മറ്റ് വളങ്ങളൊന്നും ആവശ്യമില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന റീപോർട്ടിങ് തന്നെയാണ്. തിക്കായിട്ട് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു പോട്ടിലേക്ക് റീപോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സെയിം പോട്ടിൽ തന്നെ ചെടികളൊക്കെ ഒന്ന് മാറ്റി ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചെടികൾ പെട്ടെന്ന് തന്നെ വീണ്ടും ഹെൽത്തി ആയിട്ട് മാറുകയും ചെയ്യും. ഇല്ലെങ്കിൽ മൊത്തമായിട്ട് നമ്മൾ ഇതിൻ്റെ ലീഫുകൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക. പുതിയ ലീഫുകൾ വരുമ്പോൾ കൂടുതൽ ഭംഗിയായിട്ട് വരികയും ചെയ്യും. ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ മറ്റൊരു പോട്ടിലേക്ക് മാറ്റി പോട്ട് ചെയ്യുന്ന എങ്ങനെ കാണിച്ചു തരാം. അതേപോലെ ഇതിൻ്റെ തൈകൾ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളത് നോക്കാം. ഇത് നമ്മളെ പോട്ടി മിക്സാണ്. ചാണകപ്പൊടി, മണ്ണ്, അതേപോലെ കുറച്ച് മരക്കരി ഒക്കെ ഉണ്ട്. നമ്മൾ വേണമെങ്കിൽ കുറച്ച് കോക്കോപ്പിറ്റൊക്കെ ആഡ് ചെയ്യാം. കുറഞ്ഞ വളം മതി. നമ്മൾ ചാണകപ്പൊടിയാണ് മെയിനായിട്ട് വളമായിട്ട് എടുക്കുന്നത്. ഈ ഒരു വളത്തിൽ നമുക്ക് ചെടികൾ നട്ടു കൊടുക്കാം. നമ്മളെ പോട്ടാണ്, ഈ ഒരു പോട്ടിലേക്കാണ് നമ്മൾ മാറ്റുന്നത്. അത്യാവശ്യം വലിയൊരു പോട്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പ്ലാന്റ് എടുത്ത് വയ്ക്കാം. നമ്മൾ പോട്ടിൽ നിന്ന് ഇതേപോലെ സാധാരണ എടുക്കുകയാണ്. വാട്ടർ കണ്ടൻറ്റ് ഉള്ള ചെടിയാണ്. എപ്പോഴും വെള്ളം ആവശ്യമാണ് ചെടിക്ക്. പോട്ടിൽ വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് തൈകൾ ഇതൊന്നും സെപ്പറേറ്റ് ചെയ്തെടുത്ത് അല്ലാതെ നമുക്ക് പോട്ടിലേക്ക് മാറ്റാവുന്നതാണ്. ഈ കാണുന്നതൊക്കെ തൈകളാണ്. ഇതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നട്ട് കൊടുക്കാവുന്നതാണ്. ഓരോ ലീഫിൻ്റെ അടിയിൽ നിന്ന് ഇതേപോലെ വേരുകളുണ്ടാവും. ഇതൊക്കെ നട്ട് കൊടുത്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് ഇതേ രീതിയിൽ നമ്മൾ പോട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ചുറ്റുവട്ടവും നമ്മൾ മണ്ണിട്ട് കൊടുക്കും. ചെടി ഒന്നുകൂടി സ്പ്രെഡായി വളരാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി വലിയൊരു പോട്ടിലേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മണ്ണ് പോട്ടി മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് ചുറ്റുവട്ടം നമ്മൾ പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ പ്ലാന്റ് നമ്മൾ റീപോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പോട്ട് നിറയുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ചെടികൾ ഈ വെള്ളം വലിച്ചെടുത്ത് വെള്ളം പോട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ വറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. വേനലൊക്കെ ആകുമ്പോൾ നമ്മൾ ഡെയിലി വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കുക. 2 ദിവസം കൂടുമ്പോൾ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുക, പോട്ടൊക്കെ വെള്ളം ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത്രയൊക്കെ നമ്മൾ ഈ ഒരു പെന്നിവേട്ടിനെ കെയറിങ്ങിനെ കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാവുള്ളൂ. ഇത് നമുക്ക് നമ്മുടെ ഗാർഡനിൽ എക്വേറിയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു പോട്ടിൽ ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് എക്വേറിയത്തിൽ ഇറക്കി വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ സിംഗിൾ പോട്ടിൽ, ചെറിയ പോട്ടിലൊക്കെ നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ ഈ ഒരു പ്ലാന്റ് വെക്കാവുന്നതാണ്. നല്ല ഭംഗിയാണ്. കുട പോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഇലകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.